9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊമ്പതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കും കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിനെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമപ്പും. ഒരു കിണക്കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. 9 വെവ്വേറെ അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. ചെത്തിയ കല്ലിന്റെ ചേല് കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈ വിരുതു പുകഴ്ത്തുമാരും അപ്പുകളേതിനും മീതയല്ലോ. കോട്ടമതിലും മതിലകത്തെ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ. അഴകും കരുത്തും കൈകോത്തതത്രേ. 9 കയ്യുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ. 9 കൽപ്പണിക്കാരവർ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തുതിച്ചു ചേർത്തു പടുക്കും പടുതയന്തേ. ഇക്കുറി വല്ലായ്മയാർന്നു പോയി ഭിത്തി ഉരയ്ക്കുന്നീലൊന്നുകൊണ്ടും. കല്ലുകൾ മാറ്റിപ്പണിഞ്ഞു നോക്കി കയ്യുകൾ മാറ്റിപ്പടുത്തു നോക്കി. ചാന്തുകൾ മാറ്റിക്കുഴച്ചു നോക്കി ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണെവിടെയാവോ ഭിത്തി ഉരയ്ക്കുന്നീലൊന്നുകൊണ്ടും. വെളിപാടു കൊണ്ടൊരാൾ ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. 9 ഉണ്ടത്രേ പ്രിയവധുക്കൾ അൻപിയെന്നോരവരൊന്നു പോലെ. ക്രൂരമാമീ ബലിക്കായതിൽ നിന്നാരെയൊരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പിടുന്നോർ തെല്ലുരൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്ത് കഞ്ഞിയുമായി വന്നെത്തിടുന്നവളാരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളെ പണിക്കാർ തൻ മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരും അപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലേ അറിയാതെ നെടുവീർപ്പുതിർന്നു പോയി. ഒത്തു 18 കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു. തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോ മിഴി നട്ടു നിന്നവരും
തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ. മൂക്കിന്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പു തുള്ളി അരികിൽ വന്നങ്ങനെ നിന്നവളോ. മൂത്തയാൾ വീട്ട് പെണ്ണായിരുന്നു, ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളടി മുഴങ്ങി. കോട്ടിയ പ്ലാവില മുന്നിൽ വെച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വെച്ചു. ഒറ്റത്തൊടുകറി കൂടെ വെച്ചു, 9 പേർക്കും വിളമ്പി വെച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്തിരിക്കെ ഈ കഞ്ഞിയൊട്ടൊടുക്കത്തെയാമൻ ഓർക്കുവാനാസതിക്കായതില്ല. ഓർക്കാപ്പുറത്താണ് ശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ ഈറനാം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമെല്ലാം അകത്തൊതുക്കി കൈവന്ന കൈപ്പും മധുരമാക്കി കൂടെ പൊറുത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗതത്തോടു പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നു ഊന്നി ഊന്നി അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കുവിനൊന്നെനിക്കുണ്ടൊറ്റയൊരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടിമറയ്ക്കല്ലേ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലേ എന്റെ കയ്യും. എന്റെ പൊന്നോമന കേണിടുമ്പോൾ എന്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഇക്കയ്യൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. ഏതു കാട്ടുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മറയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചു കോൽ നാട്ടി മന്നരായി മതിച്ചവർക്കാ